കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബികോം അതേപോലെ BBA ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇന്ത്യയിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നിലവിൽ വരുന്നത് 1930 അതായത് 1 ജൂലൈ 1930 ഇന്ത്യയിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വരുന്നത്. അതായത് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എന്താണ്, പ്രൊവിഷൻസ് ടു സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അത് ഒരു മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോസ് ഉൾക്കൊള്ളുന്നതാണ് എന്ത്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നതിന് എന്തല്ല, അപ്ലിക്കബിൾ അല്ല. ഏതിന് മാത്രമാണ്, മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ മാത്രം വരുന്ന ചില പ്രൊവിഷൻസ് ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നതിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എപ്പോഴാണ്, 1930 ജൂലൈ 1 ഇന്ത്യയിൽ ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നതിൻ്റെ ഡെഫിനിഷൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം നൽകിയിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്ട് ഓഫ് സെയിൽ of goods is a contract whereby the seller transfers or agrees to transfers the property in goods to the buyer for a price. വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾക്ക് ഒരു പ്രൈസിന് എന്ത് ചെയ്യുന്നു, ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് whereby the seller transfers or agree to transfers the property in goods to the buyer for a price. ഓക്കെ, ഇതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം കോൺട്രാക്ട് ഓഫ് സെയിലിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് കോൺട്രാക്ട്, ഒരു പ്രത്യേക കോൺട്രാക്റ്റ് ആണ്. വേർ ബൈ വൺ പാർട്ടി, അതായത് നമ്മൾ സാധാരണ സെല്ലർ എന്ന് പറയുന്ന ആൾ ട്രാൻസ്ഫേഴ്സ് ഓർ അഗ്രീസ് ടു ട്രാൻസ്ഫർ ദി പ്രോപ്പർട്ടി, അതായത് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു ഫോർ എ പ്രൈസ്. ഓക്കെ, അതായത് ഒരു കൺസിഡറേഷൻ പകരമായിട്ടൊരു കൺസിഡറേഷന് പകരമായിട്ട് നമ്മളൊരു സാധനം ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഒരു സെല്ലർ മറ്റൊരു ആൾക്ക്, അതായത് ഒരു ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെ നമ്മൾ എന്ത് പറയും, സെയിൽ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺട്രാക്ട് ഓഫ് സെയിലിൽ വരുന്നത് സെയിലും വരും, അതേപോലെ തന്നെ അഗ്രിമെൻറ്റ് ടു സെയിലും വരും. അഗ്രിമെൻറ്റ് ടു സെയിലും വരും, അതേപോലെ സെയിലും ഉൾപ്പെടുന്നതാണെന്ത്, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ചില എന്താണ് ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിലാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ടു പാർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ 2 പാർട്ടീസ് ഉണ്ടാകണം. ആരൊക്കെയാണ്, ഒരു ബയറും ഒരു സെല്ലറും ഉണ്ടായിരിക്കണം. അതായത് ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ബൈസ് ഓർ അഗ്രീസ് ടു ബൈ ഗുഡ്സ്, ഒരു സാധനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ വാങ്ങുമെന്ന് അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന ആളെ നമ്മൾ എന്ത് പറയും, ബയർ എന്ന് പറയും. സെല്ലർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു സെൽസ് ഓർ അഗ്രീസ് ടു സെൽ ഗുഡ്സ്, ആരാണോ സാധനം വിൽക്കുന്നത് അല്ലെങ്കിൽ വിൽക്കാൻ അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, വിൽക്കുമെന്ന് അഗ്രി ചെയ്യുന്നത്, അയാളെ നമ്മൾ എന്ത് പറയും, സെല്ലർ എന്നും പറയും. അപ്പോൾ ഇവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാകണമെങ്കിൽ എസെൻഷ്യലായിട്ട് വേണ്ട ഒരു ഫീച്ചറാണെന്ത്, 2 പാർട്ടീസ്, 2 ആളുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ സാധാരണ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം പറയുന്ന വാലിഡ് കോൺട്രാക്റ്റിനുണ്ടായിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സുകളും ഉൾപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്, രണ്ടാമത്തെ ഒരു ഫീച്ചർ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ അപ്ലൈ ചെയ്യുകയില്ല, അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അപ്ലൈ ചെയ്യുകയില്ല. അതായത് ഗുഡ്സ് വിച്ച് ഫോം ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ദി മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം.
ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വരുന്നത് എവിടെയാണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന മറ്റൊരു ആക്ടിൻ്റെ അണ്ടറിലാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിൽ വരുന്നത്. അപ്പോൾ ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത്. അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെല്ലർ ബയർക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈറ്റിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ദർ മസ്റ്റ് ബി ആൻ അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഒരു സെല്ലർ അദ്ദേഹത്തിൻ്റെ എന്താണ് പൂർണ്ണമായിട്ടുള്ള അധികാരം മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? വാങ്ങുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്? ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിലാണ്, ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ആണ്. അതായത് ഈ ഒരു ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സെല്ലർ ബയർക്ക് നൽകുകയാണ്, ട്രാൻസ്ഫർ നടത്തുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രൈസ്. അതായത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നതിൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ എന്തുണ്ടായിരിക്കണം? പ്രൈസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ സെയിൽ ഓഫ് ഗുഡ്സിന് പകരമായിട്ടൊരു പ്രൈസ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? പൈസ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുമെന്നുള്ള ഒരു പ്രോമിസ് നൽകുക. അങ്ങനെ ഒരു മണി ഇല്ലെങ്കിൽ, ഒരു കൺസിഡറേഷനായിട്ട് അവിടെ പണം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നതിൽ എന്ത് ചെയ്യില്ല? ഉൾപ്പെടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മറ്റൊരു ഫീച്ചർ വരുന്നത് ഈ ഒരു സെയിൽ ഓഫ് കോൺട്രാക്റ്റിൻ്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഫോർമാലിറ്റീസ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 5 പ്രകാരം ഇവിടെ എന്തുണ്ടായിരിക്കണം? ആൻ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ. സെല്ലർ ഓഫർ നൽകുന്നു, ഇത്ര പൈസക്ക് ഞാൻ ഈ സാധനം നൽകുമെന്നും അത് ബയറുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം. അതൊരു ഫോർമാലിറ്റിയാണ്. അതായത് കോൺട്രാക്ട് മേ പ്രൊവൈഡ് ഫോർ ദി ഇമ്മീഡിയറ്റ് ഡെലിവറി. പെട്ടെന്ന് തന്നെ സാധനം കൊടുക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലാകാം ഡെലിവറി ആകാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കണം? അവർ തമ്മിലൊരു ഫോർമാലിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുന്ന കോൺട്രാക്ട് ഓഫ് സെയിൽ എങ്ങനെയൊക്കെ ആകാം? റേറ്റിങ്ങിലാകാം, അല്ലെങ്കിൽ ബൈ വേർഡ് ഓഫ് മൗത്ത്, വാക്കാലെയുള്ളതാകാം, അല്ലെങ്കിൽ മേ ബി ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഫോം എന്താകാം? നമ്മൾ റിട്ടേൺ കോൺട്രാക്റ്റ് ആകാം, അല്ലെങ്കിൽ എന്താകാം? വേർഡ് ഓഫ് മൗത്ത് ആകാം, അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് രൂപത്തിലാകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പെർട്ടിക്കുലർ വേർഡിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലൊന്നും വരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതൊരു കോൺട്രാക്റ്റിൻ്റെ രൂപത്തിലായിട്ട് വരും. അത്തരത്തിലാണ് ഇംപ്ലൈഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു സെയിൽ ഓഫ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു പാർട്ടാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്, അതായത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് നോർമലി ഇവിടെ എന്താണ്? ഗുഡ്സ് ആണ്, ഗുഡ്സിനെയാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം? എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, നമ്മൾ നൽകുന്നത് മൂവബിൾ പ്രോപ്പർട്ടി മാത്രമാണ് ഏതിൽ ഉൾപ്പെടുന്നത്? സബ്ജക്റ്റ് മാറ്റർ എന്നതിൽ കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റോക്ക് ഉൾപ്പെടാം, ഇനി അതേപോലെ ഷെയർ ഉൾപ്പെടാം, ഗ്രോയിങ് ക്രോപ്സുകൾ, ഗ്രാസ്, അങ്ങനെയുള്ള തിങ്സ് ഒക്കെ എന്ത് ചെയ്യാം? ഈ ഒരു സബ്ജക്റ്റ് മാറ്റർ എന്നതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ അതായത് ഗുഡ്സിൻ്റെ ടൈപ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതിലൊന്ന് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്. അതായത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഡ് ഓർ പ്രോസസ്ഡ് ബൈ ദി സെല്ലർ അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ആൾ വാച്ച് മാനുഫാക്ചർ ചെയ്യുകയാണ്. ഹി സെൽസ് 100 വാച്ച് ടു ബി എന്ന് പറയുന്ന ആൾക്ക് 100 വാച്ച് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് എ സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ബിക്കോസ് വാച്ചസ് ആർ ഓൺഡ് ബൈ എ. അതായത് എ എന്ന് പറയുന്ന ആളുടെ വാച്ചാണ് എന്ത് ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന ആൾക്ക് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഗുഡ്സ് ആണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് മേ ബി ഇവിടെ 3 തരത്തിലാകാം. സ്പെസിഫിക് ഗുഡ്സ് ആകാം, അസേർട്ടൈൻഡ് ഗുഡ്സ് ആകാം, അൺഅസേർട്ടൈൻഡ് ഗുഡ്സ് ആകാം. അപ്പോൾ ഇവിടെ ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ഓർ പ്രോസസ്ഡ് ബൈ ദി സെല്ലർ അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് സെല്ലർ ഇതിൻ്റെ ഓണറാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ ഉണ്ട്, അത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സിൽ വരുന്നതാണ് ഒരു ടൈപ്പ് എന്താണ് സ്പെസിഫിക് ഗുഡ്സ്. അതായത് ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ അറ്റ് ദി ടൈം വെൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്നേ പ്രോഡക്റ്റ്, ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് എന്തുണ്ട്, കുറേ കൗവിൻ്റെ ഓണറാണ്. ഇവിടെ എക്സ് പ്രോമിസ് ചെയ്യാണ് ടു സെൽ വൺ ഓഫ് ദം ടു വൈ. അതിൽ കുറേ കൗസ് ഉണ്ട്, അതിൽ ഒന്നിനെ എന്ത് ചെയ്യാണ്, വൈക്ക് കൊടുക്കുന്നു പറയാണ്. ഇപ്പോൾ ദി കോൺട്രാക്ട് ഈസ് ഫോർ അൺസ്പെസിഫൈഡ് ഗുഡ്സ്. ഇവിടെ നിന്ന് എന്താണ്, കുറേ എണ്ണത്തിൽ നിന്ന് ഒന്ന് എന്ന് പറയുമ്പോൾ അൺസ്പെസിഫൈഡ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇഫ് ദി കൗസ് ദാറ്റ് ഈസ് ടു ബി സോൾഡ് ഹാസ് ബീൻ സിംഗിൾഡ് ഔട്ട്. അതായത് നമ്മൾ അതിൽ കുറേ കൗസിൽ ഇന്നേതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്ന ആൾ വിൽക്കുന്നത് വൈക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 കൗസാണ് എക്സ് എന്ന് പറയുന്ന ആൾ ഓൺ ചെയ്യുന്നത്, അതിൽ നിന്ന് ഒരു കൗവിനെ വൈക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൽ ഏതാണ് കൗ എന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സ്പെസിഫിക് ഗുഡ്സ് ആണ്, ഇന്നേ ഗുഡ്സ് ആണെന്നുള്ളത് സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ്, അതിൽ തന്നെ അസേർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നു. ഇവിടെയും എന്താണ്, ദീസ് ആർ ദി ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ദി പാർട്ടീസ് സബ്സിക്വൻറ്റ് ടു ദി ഇൻഫർമേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. അതായത് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഏർപ്പെടുന്ന ആൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദി ഐഡൻറ്റിഫിക്കേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ലേറ്റർ ഡേറ്റ് ആണ്, പിന്നീട് ഒരു ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് എ റൈസ് ഡീലർ അഗ്രീസ് ടു സപ്ലൈ 1 bag ഓഫ് റൈസ് ഫ്രം ഹിസ് ഗോഡൗൺ ടു എ ബയർ. ഗോഡൗണിലുള്ള എന്താണ്, ഒരു ബാഗ് റൈസ് വിൽക്കുമെന്ന് പറയുകയാണ്. ഇവിടെ ഇറ്റ് ഈസ് എ സെയിൽ ഓഫ് അൺഅസേർട്ടൈൻഡ് ഗുഡ്സ്. ഇവിടെ എന്തില്ല, പ്രത്യേകമായിട്ട് അസേർട്ടൈൻ ചെയ്യാത്തതാണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് നോട്ട് നോൺ വിച്ച് ബാഗ് വിൽ ബി ഡെലിവേർഡ്. ഏത് ബാഗാണ് ഡെലിവർ ചെയ്യാന്നുള്ളത് സ്പെസിഫിക് അല്ല. ഓക്കെ, അസേർട്ടൈൻ ചെയ്തിട്ടില്ല. ബട്ട് വെൻ പെർട്ടിക്കുലർ ബാഗ് ഈസ് നോട്ടഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ ഡെലിവറി. പക്ഷെങ്കിൽ പിന്നീട് എന്തായിട്ടുണ്ട്, ഇന്നേ ബാഗാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അസേർട്ടൈൻഡ് ഗുഡ്സ് ആയിട്ട് മാറും. അതായത് പ്രത്യേകമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഗുഡ്സിനെയാണ് നമ്മൾ അസേർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്, നേരത്തെ പറഞ്ഞതിൽ തന്നെ വരുന്നതാണ് അൺഅസേർട്ടൈൻഡ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു ഒരു ഗുഡ്സിനെ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഐഡൻറ്റിഫൈഡ് ആണ്. പക്ഷേ ഇവിടെ എന്തായിട്ടില്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണെങ്കിൽ അതിനെ എന്ത് പറയും, അൺഅസേർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയും. അതായത് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ്. അതായത് ഇന്നേ പ്രൊഡക്റ്റ് ആണെന്ന് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണെങ്കിൽ അതിനെ അൺഅസേർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഗുഡ്സിൽ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫ്യൂച്ചറിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സെല്ലർ വിൽക്കുമെന്ന് പറയുന്നതെങ്കിൽ അതിനെന്താണ് നമ്മൾ പറയുക, ഫ്യൂച്ചർ ഗുഡ്സ് എന്നാണ് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് എ അഗ്രീസ് ടു പർച്ചേസ് എൻറ്റയർ ക്രോപ്പ് ഓഫ് ഷുഗർ കെയിൻ ഓഫ് ബീസ് ഫാം അറ്റ് ദി റേറ്റ് ഓഫ് 500 per quintal. ഓക്കെ, എന്താണ്, ദിസ് ഇസ് എൻ അഗ്രിമെൻറ്റ് ടു സെൽ ദി ഫ്യൂച്ചർ ഗുഡ്സ്. ഭാവിയിലുള്ളൊരു ഗുഡ്സിനെ വിൽക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു ഗുഡ്സ് അല്ല, അത് ഫ്യൂച്ചറിൽ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെ വിൽക്കുമെന്ന് നമ്മൾ അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്താണ്, കണ്ടിൻജൻറ്റ് ഗുഡ്സ് ആണ്. കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഇത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കണ്ടിൻജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൺ. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാതിരിക്കാം, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതായത് ഇങ്ങനെ വരുന്ന കേസിൽ, കണ്ടിൻജൻസി വരുന്ന കേസിൽ എന്താണ്, അഗ്രിമെൻറ്റ് ടു സെല്ലാണ് നടക്കുന്നത്. ഭാവിയിൽ സെയിൽ നടത്തും എന്നുള്ളൊരു അഗ്രിമെൻറ്റ് മാത്രമാണ്. അതായത് എക്സ് അഗ്രീസ് ടു സെൽ വൈ 100 bag ഓഫ് റൈസ് പ്രൊവൈഡഡ് ഹി ഈസ് ഏബിൾ ടു പർച്ചേസ് ഇറ്റ് ഫ്രം ഇറ്റ്സ് പ്രസൻറ്റ് ഓണർ. ദിസ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഫോർ ദി സെയിൽ ഓഫ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. അതായത് നിലവിൽ എന്തായിട്ടില്ല, നിലവിൽ പ്രൊഡക്റ്റ് കയ്യിലില്ല, അവരുടെ കയ്യിലില്ല, ഭാവിയിൽ അത് എന്ത് ചെയ്യും, നമ്മൾ വാങ്ങിക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കാം. അങ്ങനെയുള്ള ഒരു ഗുഡ്സ് വിൽക്കുമെന്നുള്ളതിൽ നമ്മൾ സെയിൽ ഓഫ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അതിനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. മേ ഓർ മേ നോട്ട് ഹാപ്പൺ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്